നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നാണ് അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ അവരൊരു റീഡിങ് എടുത്തു എന്ന് വിചാരിക്കും. അവർ നിങ്ങളെക്കുറിച്ച് ഒരു റീഡിങ് എടുത്താൽ ഓക്കെ, അവർക്ക് എന്തായിരിക്കും കാണാം? ഓക്കെ, അതായത് അവർ ചിന്തിക്കുന്ന തരത്തിലാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ഞാൻ ഇത് ശരിക്കും നിങ്ങളുടെ ഫീലിങ്സ് ആ രീതിക്കല്ല പറയുന്നത്. ബട്ട് അവർക്ക് തോന്നുന്നത് എന്താണ് ആ രീതിക്ക് നോക്കാം നമുക്ക്. റീഡിങ് എടുത്താലേ എന്നല്ല. ഓക്കെ, സോ അവരുടെ മനസ്സിൽ നിങ്ങളുടെ ചില ബിഹേവിയർ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ നിങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ടാവും. പക്ഷെ എന്നാലും കേൾക്കുന്ന ആൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ. സോ നമുക്ക് നോക്കാം എന്നിട്ട് അവർക്ക് എന്താ തോന്നുന്നത് നിങ്ങളെക്കുറിച്ച്. അവർക്ക് അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, കോംപ്ലിക്കേഷൻ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ മനസ്സിൽ ഓക്കെ, വേൾഡ് കാർഡ്, 2 of coins, എല്ലാം കോയിൻസ്. ഓക്കെ, ഡെവിൾ എനർജി എന്തത്? ഓക്കെ ഓക്കെ, നിങ്ങൾ പേഴ്സണുമായിട്ട് എന്തോ വഴക്കുണ്ടായിട്ടുണ്ട് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. ഫുൾ ഓക്കെ, ഇങ്ങനെയാണ് അവരിപ്പോൾ കാണുന്നത്. Princess of Cups, okay, King of Coins, 5 of Cups, 10 of Wands, 2 of Wands വീണ്ടും, King of Swords ഉണ്ട്. സോ യെസ്, നമ്പർ ഓക്കെ. ഇത് ഇന്നത്തെ എനർജി ഐ തിങ്ക് ഒരു നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം നിങ്ങളോടൊരു ദേഷ്യത്തിലാണ്. ഒന്നാമത്തെ കാര്യം ഓക്കെ, അവർ നിങ്ങളോട് ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഐ തിങ്ക് ഈ ന്യൂ മൂൺ എനർജിയുടെ നമ്മുടെ ആ സമയത്ത് നടന്ന വല്ല കോൺഫ്ലിക്റ്റിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ വഴക്കോ വാക്ക് തർക്കമോ ഉണ്ടായി കാണാം. എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പേഴ്സൺ വളരെയധികം ഇപ്പോൾ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മാരീഡ് ആൾക്കാരായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങളും മാരീഡ് ആയിരിക്കും. ബട്ട് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾ മാരീഡ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, കുറേ പേർക്കെങ്കിലും. ഓക്കെ, എല്ലാവർക്കും ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് വരുന്നുണ്ടാവാം, മാരേജ് ഫിക്സ് ആയി ആ രീതിക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടാവാം. ഇവിടെ 10 of Coins കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഒരു ഫാമിലി സ്റ്റെബിലിറ്റി ഇപ്പം ആഗ്രഹിക്കുന്നതായിട്ടാണ് അവർ കരുതുന്നത്. അതായത് നിങ്ങൾ വളരെ ഒരു സ്റ്റേബിൾ ലൈഫിലാണ് എന്നവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആണ്, നിങ്ങൾ വളരെ സ്റ്റേബിൾ ആണ്, നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്കായിട്ട് ചിലപ്പോൾ ഏണിങ്ങോ വല്ലതൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ സ്വന്തമായിട്ട് കരിയർ, ബിസിനസ്, ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതല്ലെങ്കിൽ പോലും ഐ തിങ്ക് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഫാമിലി ലൈഫ് നിങ്ങൾ വളരെ സേഫ് ആണ്, നിങ്ങൾ വളരെ സെറ്റിൽഡ് ആണ് എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്, അവർക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് അങ്ങനെയാണ്. ഓക്കെ ഓക്കെ, വേൾഡ് കാർഡ് ഉണ്ട് ഇവിടെ. അത് പിന്നെ പറയാം. ഇറ്റ്സ് ഓക്കെ. ഐ തിങ്ക് ഇത് ജസ്റ്റ് ഡിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഐ തിങ്ക് ഓക്കെ, ഐ തിങ്ക് നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് അകലുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ വന്ന പോലെ. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഐ തിങ്ക് ഒരു കൺഫ്യൂഷൻ വന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ജഗിൾ ചെയ്യുന്നു എന്ന്. ഓക്കെ, നിങ്ങൾ 2 സിറ്റുവേഷൻ ജഗിൾ ചെയ്യുന്നു. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കാര്യം ഇവിടെ ഒരു കപ്പിൾ വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മേ ബി നിങ്ങളുടെ ലൈക്ക് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് സിറ്റുവേഷൻ നിങ്ങൾ കുറെ കൂടി ലൈഫിൽ പണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ജോലി, കരിയർ, അല്ലെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ഭയങ്കര റിച്ച് എന്ന രീതിയിലല്ല, പക്ഷെ ഓക്കെയാണ്, നിങ്ങൾക്കെല്ലാം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, ആ രീതിക്ക് ഒരു ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ. സോ അവർ കരുതുന്നത് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് തോന്നുന്നത്. അതായത് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ ലൈഫെല്ലാം ഓക്കെയാണ്.
അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് അകലുന്നു എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ നിങ്ങൾ രണ്ടുപേരെ ജഗിൾ ചെയ്യുന്നു എന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലാണ് കൺഫ്യൂഷൻ തോന്നുന്നത് അവർക്ക്. കോൺഫ്ലിക്റ്റിൻ്റെ കാര്യമുണ്ട് ഇവിടെ. പ്രിൻസസ് ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കോയിൻസ്. ഓക്കെ, ഇപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ടത് ഓഫർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന രീതിക്ക് ഒരു ചിന്ത ഉണ്ടാവാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ഫാമിലി വേണം, സ്റ്റെബിലിറ്റി വേണം എന്ന രീതിക്ക് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് അവർ ചിന്തിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് ഇപ്പോൾ അത് ഓഫർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജ് ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ്. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചായിരിക്കാം പേഴ്സണിനോട്. ഓക്കെ, പേഴ്സണിനോട് കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലൈക്ക് മാരേജ് കമ്മിറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ സാധിക്കുന്നവർക്ക്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിലും പേഴ്സണിനോട് നിങ്ങൾ കമ്മിറ്റ്മെന്റ് എന്ന രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കും എന്നവർക്കൊരു പേടി ഉണ്ടാവും. ഓക്കെ, ഐ തിങ്ക് എന്തായാലും നിങ്ങളുടെ ഇടയിലൊരു വഴക്ക് വന്നിട്ടുണ്ട്, ഇടയിലൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. അവർക്ക് തോന്നുന്നത് നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്ന രീതിക്കാണ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ്. 5 ഓഫ് കപ്സ് നമുക്ക് നഷ്ടപ്പെടേണ്ട കാര്യമാണ്. ഓക്കെ, അവർക്ക് തോന്നുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുന്നു എന്ന്. ഓക്കെ, ആൻഡ് ഇവിടെ 10 ഓഫ് വൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അങ്ങനെയൊക്കെ അവർ കരുതുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പക്ഷേ ഈ ഒരു കൺഫ്യൂഷനാണ് മെയിനായിട്ട്. 2 ഓഫ് കോയിൻസ് 2 ഓഫ് വൺസ്. അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളുടെ ആക്ച്വലി ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുന്നു, അതായത് ഇപ്പോൾ വേറെ ആരെങ്കിലും ലൈക്ക് അവരെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് ഇടുന്നു, ആ രീതിയിൽ നിങ്ങളുടെ അടുത്തൊരു ഡെവിൾ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതായത് ആരോ നിങ്ങളുടെ അടുത്ത് എന്തോ നെഗറ്റീവ് പറഞ്ഞു തരുന്നുണ്ട് അവരെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്നവർ കരുതുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ അടുത്ത് മേ ബി നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ലൈക്ക് ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് വരുന്നത് എന്നവർ കരുതുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത് ദാറ്റ് ആരോ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ആരോ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്ന രീതിക്ക് അവർക്ക്. കാരണം ഇത് ഈ പേഴ്സൻ്റെ അടുത്തൊരു എനർജി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്ന രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി അത് വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കാം. ഓക്കെ, നിങ്ങളെ തമ്മിൽ ആരെങ്കിലും അവർക്ക് തോന്നുന്നത് ആരോ നിങ്ങളെ പറഞ്ഞ് തെറ്റിപ്പിക്കാൻ നോക്കുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, ഓക്കെ, മേ ബി ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സ്റ്റേജാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, വേറെ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് എന്താണ്, ഇത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമാണ്. അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് എന്താണ് കാണുന്നത്, അവരുടെ മനസ്സിൽ നിങ്ങളോട് എന്താ തോന്നുന്നത്. ഓക്കെ, നിങ്ങളോടൊരു ദേഷ്യം പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ദേഷ്യമായിട്ടോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ട് ഒരു കോൺഫ്ലിക്റ്റ്. അത് ആരെങ്കിലും അവർ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരോടായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയുന്നത് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് വന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, അവരുടെ ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് അവർക്ക് തോന്നുന്നത്. ടവർ കാർഡ് ഉണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സ്, മജീഷ്യൻ, 2 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് സോർഡ്സ്, 10 of cups. ഇവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ടവർ മൂമെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ട്. ബ്രേക്കപ്പ് ആയിരിക്കാം, ബ്രേക്ക് ഡൗൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്കേജ് ആയിരിക്കാം. കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ടാവാം. നിങ്ങളായിരിക്കാം ചെയ്തത്, അവരായിരിക്കാം ചെയ്തത്. വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഇഷ്യൂ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോൾ പക്ഷെ അവർ ചിന്തിക്കുന്നത് നൈറ്റ് ഓഫ് വോൺസ് ആണ്. സോ ഫീലിങ്സ് വൈസ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആൻഡ് ഇവിടെ മജീഷ്യൻ, യെസ്, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ലൈഫിൽ, അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ് അവർക്ക് ആഗ്രഹം. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷൻ, ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു ടവർ മൊമെന്റ് ഒന്ന് മാറിയിട്ട് നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ് അവർ ഫീൽ ചെയ്യുന്നത്. വളരെ ഡീപ്പ് ഒരു കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങളോട് ഇപ്പോൾ ദേഷ്യമുണ്ട്, പക്ഷേ ദേഷ്യത്തിലും
അതിൻ്റെ ഇടയിലും അവരുടെ ഫീലിങ്സിൽ അവർ നിങ്ങളെ ആ ഒരു സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ യെസ്, അവർക്കും ഒരു വിഷമമുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും വിഷമമുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് വോൺസ് ആണ്. സോ നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ, പാഷൻ എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അഗൈൻ വീണ്ടും ഒന്നായിട്ട് വീണ്ടും ഫാമിലി പോലെ വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കും ചിന്ത അത് തന്നെയാണ്. ആക്ച്വലി നിങ്ങൾക്കും ഐ തിങ്ക് അവരായിട്ടൊരു ഫാമിലി പോലെ വേണം എന്ന രീതിക്കുണ്ട് അവർക്കും ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ തമ്മിലൊരു ക്ലാഷ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അത് വേറൊരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞതായിരിക്കാം, നിങ്ങളോടായിരിക്കാം അല്ലെങ്കിൽ അവരോടായിരിക്കാം. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർക്കും ആ ഒരു വിഷമമുണ്ട്. നിങ്ങളോട് ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സ്റ്റേജിൽ ഇരിക്കുകയാണ് അവരും. ഓക്കെ, നിങ്ങൾ എന്തോ പറഞ്ഞത് അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, അവർ പറഞ്ഞത് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. രണ്ടും നടക്കുന്നുണ്ട്. എംപറർ ഉണ്ട്, ലേശം ഈഗോ ഉണ്ട്. ഓക്കെ, പേഴ്സണിന് ഈഗോ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ലേശം സൈലൻസ് ആണ് കാണുന്നത് എനിക്കിവിടെ. മൂൺ കാർഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സൈലന്റ് ആയിരിക്കാം. ഓക്കെ, ഫോറും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. ഈ സിറ്റുവേഷനിൽ പ്രിൻസസ് ഓഫ് കോയിൻസ്, ക്വീൻ ഓഫ് കപ്സ്, നയൻ ഓഫ് കോയിൻസ്, യെസ്, ജഡ്ജ്മെന്റ്. ഓക്കെ, ഒരു ജഡ്ജ്മെന്റ് വരും യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, ആൻഡ് ഈസ് ഓഫ് വൺസും ഉണ്ട്. വെരി ഗുഡ്, വെരി നൈസ്. ഓക്കെ, പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ആക്ച്വലി മുന്നോട്ട് നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ബെറ്റർ ആവും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഐ തിങ്ക് ഇത് ഇന്നലെ വന്ന എനർജിയുടെ ഓൾമോസ്റ്റ് കണ്ടിന്യൂഷൻ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഐ തിങ്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ജഡ്ജ്മെന്റ് വരും. ഓക്കെ, അതായത് കാര്യങ്ങൾ ഒന്ന് കലങ്ങി തെളിഞ്ഞ് നിങ്ങൾ തമ്മിൽ ബെറ്റർ ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഏസ് ഓഫ് വോൺസ് ആണ്. സോ ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് പറയാം, ന്യൂ സ്റ്റാർട്ട് എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങളും ഐ തിങ്ക് ഇപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. മേ ബി അവർ വിചാരിക്കുന്ന കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. മേ ബി നിങ്ങൾ ഈ എനർജിയിലാണോ എന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, നിങ്ങളുടെ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ജെൻസ് ആയാലും ശരി കേട്ടോ. ഓക്കെ, ജെൻസ് ആയാലും ലേഡീസ് ആയാലും അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ വീണ്ടും ആ പഴയ പോലെ ആ ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ട് വളരെ കെയറിങ് ആയിട്ട് നിങ്ങൾ നിൽക്കണം എന്നാണ് അവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറയണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ അവർ വന്ന് സോറി പറയും. ഓക്കെ, മാപ്പ് പറയൽ വരും, കമ്മ്യൂണിക്കേഷൻ വരും എന്ന് പറയാം. ഓക്കെ, ആൻഡ് നയൻ ഓഫ് കോയിൻസ്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു നല്ലൊരു സ്റ്റേറ്റിലേക്ക് എത്തും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വർക്കൗട്ടായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജാണ് അവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ലേശം സൈലന്റ് എന്ന് കണ്ടത് നേരത്തെ. പക്ഷെ ഇവിടെ ജഡ്ജ്മെന്റ് വരും, യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജഡ്ജ്മെന്റ് വരും ഇവിടെ. ആൻഡ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ കാര്യത്തിൽ വരും സിറ്റുവേഷനിൽ. ഇപ്പോൾ വല്ല ബ്രേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, വെയിറ്റ് ചെയ്യുക, സമാധാനത്തിൽ വെയിറ്റ് ചെയ്യുക. ആക്ച്വലി വെയിറ്റിംഗ് എനർജി, 2 of Wands അല്ലേ. ആരെങ്കിലും ഡെവിൾ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ, ഇത് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും അവരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അവരുടെ ഇന്റൻഷൻ നല്ലതാണോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. അതായത് നിങ്ങളെ തമ്മിൽ വെറുതെ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? ചിലപ്പോൾ പലർക്കൊക്കെ ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാജിക് എനർജി ആവാം. നിങ്ങളെ തമ്മിൽ ആരെങ്കിലും തെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അതിന് വല്ല മജീഷ്യനും കണ്ടു. സോ മേ ബി ചിലവർക്ക് അങ്ങനെ ഒരു എനർജി കൂടെ ഇവിടെ നമുക്ക് പറയാം. നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് നിങ്ങളോട് ആരോ എന്തോ അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു, അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. പക്ഷെ ഇത് ശരിയാവും, മാറും. ഓക്കെ, സിറ്റുവേഷൻ മാറി വരും. ഐ തിങ്ക് രണ്ടുപേരും ഇപ്പോൾ ഒരു അല്പം അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല നിൽക്കുന്നത്. അതുകൊണ്ടാണ് ശരിയാവും. ഓക്കെ, 2 of Cups എനർജി ആയിരുന്നു, സോൾമേറ്റ് എനർജി ആയിരുന്നു. സോ പോസിറ്റീവ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് മാറി വരും. ഓക്കെ, ശരിയാവും. ഓക്കെ, നമുക്ക് പേഴ്സണൽ മെസ്സേജസ് കൂടെ എടുക്കാം. ഒരു എടുത്തു വെച്ചിട്ട് വായിക്കാം, കുറേ ഉണ്ട് വായിക്കാൻ. നല്ല കാർഡ്സ്, നല്ല ഭംഗിയുള്ള കാർഡ്സ്. ഓക്കെ, ഇവിടെ ഹാവ് ഫെയ്ത്ത് ബി പേഷ്യൻ്റ് എന്നാണ് കേട്ടോ ഈ കാർഡ് പറയുന്നത്. ഓക്കെ, ഹാവ് ഫെയ്ത്ത് ബി പേഷ്യൻ്റ് എന്നുണ്ട്, ഇവിടെ കാണിക്കുന്നില്ല. ക്ഷമയോടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫെയ്ത്ത് വെക്കുക, നിങ്ങൾ യൂണിവേഴ്സിൽ ഫെയ്ത്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. ഡു യു സീ ദ ബേർഡ്സ്? ദ സൺ ഇസ് ഷൈനിങ് സോ ബ്യൂട്ടിഫുള്ളി. ദ സ്റ്റോം ഇസ് ഓവർ. നൗ സ്പ്രിംഗ് ഇസ് കമ്മിങ്. ഫ്രീഡം. യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. യു ഹവ് ബീൻ സോ സ്ട്രോങ്. നൗ ഇറ്റ്സ് ടൈം ടു റിലാക്സ് ആൻഡ് അലൗ യുവർ സെൽഫ് ടു ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, നിങ്ങളോട് പറയുന്നത്
യൂണിവേഴ്സ് പറയുന്നത് കാര്യങ്ങൾ തെളിഞ്ഞു വരും, എല്ലാം കലങ്ങി തെളിഞ്ഞു വരും, ഓക്കെ, ക്ലിയർ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, സൺ കാണുന്നുണ്ടോ, ബേർഡ്സ് കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പ്രതീക്ഷയാണ് അല്ലേ, പ്രതീക്ഷ, കാര്യങ്ങളൊന്ന് ബെറ്റർ ആയിട്ട് വരുന്നു, നല്ലൊരു എനർജി വരുന്നു എന്ന് പറയാം. ഓക്കെ, സിറ്റുവേഷൻ ഹാപ്പി ആയിട്ട് സിറ്റുവേഷൻ വരുന്നു എന്ന് പറയാം. സ്പ്രിങ് ഈസ് കമ്മിങ്. സ്പ്രിങ് എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയ തുടക്കങ്ങളാണ്, പുതിയ തുടക്കം വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണോട് ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്ത് നിന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് പ്രൗഡ് ആവുക ദാറ്റ് നിങ്ങൾ ചെയ്ത കറക്റ്റ് കാര്യമാണ്. അത് ആ പേരിൽ ചിലപ്പോൾ ഒരു ഫൈറ്റ് വന്നിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തു. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. നിങ്ങളുടെ ഒരു ലൈക്ക് നിങ്ങളുടെ അടുത്ത് വെറുതെ ഒരു കളി പറ്റില്ല എന്ന രീതിയിൽ നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, യു ഹാവ് സോ മച്ച് ലവ് വിത്തിൻ യു, ഗോ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് ദ വേൾഡ്, സ്പ്രെഡ് ഇറ്റ്, ബട്ട് ഡോണ്ട് ലെറ്റ് എനി വൺ ടച്ച് യുവർ ഹാർട്ട് സോ ക്വിക്ലി. ഓക്കെ, ഒരുപാട് നിങ്ങൾ വൾണറബിൾ ആവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഡെലിക്കേറ്റ് ആവരുത്. നിങ്ങളിത് കണ്ടാൽ തന്നെ നോക്കുക, എന്തൊരു ഡെലിക്കേറ്റ് ഫീലിംഗ് ആണ് അല്ലേ, ഇമോഷണലായിട്ട്, വെള്ളം എന്ന് പറയാം, സോ ഇമോഷണൽ ഫീലിംഗ്. ഓക്കെ, നിങ്ങൾ വളരെ ഇമോഷണൽ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. അത് യൂണിവേഴ്സ് പറയുന്നത് എല്ലാവർക്കും കൊടുക്കും. ഓക്കെ, നിങ്ങൾ ഒരു പേഴ്സൺ അപ്പോഴേക്കും നിങ്ങളെ ഹേർട്ട് ചെയ്യുമ്പോഴേക്കും ഒരുപാട് വേദനിച്ച് നിങ്ങൾ അങ്ങനെ ആവുന്ന ഒരു വ്യക്തി ആവാതിരിക്കാം, കുറെ കൂടി സ്ട്രോങ് ആവുക എന്നാണ് പറയുന്നത്. Okay, and you want truth, you want clarity, you love him, and of course you didn't want him to love you back, but you don't have control over that. You'll be fine, but you need clarity. You want him to be in his active and masculine energy, but for this you need to tap into your soft feminine energy. ഓക്കെ, അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ക്വീൻ ഓഫ് കപ്സ് എനർജി ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് അവരെടുത്ത് ഐ തിങ്ക് നിങ്ങളെ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, കുറച്ച് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇപ്പം അതൊരു ഐ തിങ്ക് അതാണ് അവർക്ക് ഹേർട്ടായത്. അവർ പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ സ്റ്റാൻഡ് എടുത്ത് അല്ലെങ്കിൽ അവരോട് ചീത്ത പറയുക, അല്ലെങ്കിൽ അവരോട് ഒരു ലൈക്ക് എനിക്ക് ആൻസർ തരൂ എന്ന് പറഞ്ഞ് നിൽക്കും എന്ന് അവർ പ്രതീക്ഷ ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, അത് കറക്റ്റാണ്, അത് വേണം. ഓക്കെ, നിങ്ങളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഐ തിങ്ക് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, നല്ല കാര്യം. ഓക്കെ, ലേഡീസ് ആവണമെന്നില്ല കേട്ടോ, കാർഡ്സ് മാത്രമേ ലേഡീസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജെൻസ് ആയാലും ശരി. ഓക്കെ, നിങ്ങൾ വളരെ ഇമോഷണൽ ആൾക്കാരാണെങ്കിൽ ഓക്കെ, the circumstances don't matter. Trust that your desire will come to you and it will manifest. No need to worry. Know that your manifestation is already on its way. It's already done. Detach. Okay, ഇതിവിടെ നിങ്ങളോട് പറയുന്നത് സർക്കംസ്റ്റാൻസസ് ഇപ്പം എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായോ, നിങ്ങൾ തമ്മിൽ അകന്നോ, സെപ്പറേഷൻ ആണോ, കോൺടാക്റ്റ് ഇല്ല, മെസ്സേജ് ഇല്ല, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല, നിങ്ങളോട് എവിടെയാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല, എന്താണെന്ന് പോലും അറിയില്ല. ഓക്കെ, എന്താ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്കറിയില്ല, വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നടക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾ വെക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചില സമയത്ത് നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് ചില മോശം സമയങ്ങൾ കൂടി വന്നേ പറ്റൂ. ഓക്കെ, ചില തകർച്ചകൾ വന്നേ പറ്റൂ, ടവർ മൊമെന്റ് വന്നേ പറ്റൂ. ആ ടവർ മൊമെന്റിന് ശേഷം നിങ്ങൾ റീബിൽഡ് ചെയ്യാനുള്ള നിങ്ങൾക്കൊരു അവസരമാണ്. അവിടെ ശരിയല്ലാത്ത കാര്യങ്ങളാണ് തകർന്നു പോകുന്നത്, അങ്ങനെ പൊക്കോട്ടെ. ആ പോയിട്ട് അതിന് ശേഷം റീബിൽഡ് ചെയ്യുമ്പോൾ ഓക്കെ, അത് കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആയിരിക്കും, ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ കാര്യങ്ങൾ മാറാനാണ് പോകുന്നത്. സോ ആ മാറ്റം വരും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ടവർ മൊമെന്റ്സ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് എപ്പോഴും ഇതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, ചില തകർച്ചകളത്തിലുള്ള എന്താ പറയുക, ഇടയ്ക്കൊരു ബ്രേക്കപ്പ്, ഇടയ്ക്കൊരു സെപ്പറേഷൻ വരുന്നുണ്ടെങ്കിൽ അതവിടെ യൂണിവേഴ്സ് ഇടയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് all he wants to do right now is hugging you. It feels lighter and easier than before, but he is more excited than you are. He would do anything for you, and if you let him. He admires you, but you don't know yet if you can ever forgive him the abuse of trust. Okay, അവർ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, അവരുടെ ഭാഗത്താണ് തേർഡ് പാർട്ടി വന്നതെങ്കിൽ. ഓക്കെ, അങ്ങനെ അവർ വല്ലതും തേർഡ് പാർട്ടിയുടെ ഇഷ്യൂ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവർ നിങ്ങളെ എന്തോ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചില്ല, അങ്ങനെയാവാം. ഓക്കെ, അവർ ട്രസ്റ്റ് നിങ്ങളെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും കളങ്ങൾ പറഞ്ഞായിരിക്കാം, എന്തെങ്കിലും മറച്ചു വെച്ചതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല, എന്നാൽ പോലും നമ്മൾ പറയില്ലേ, നമ്മൾ ഓപ്പണായിട്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം അല്ലേ. സോ മേ ബി പക്ഷെ അവർക്ക് ഇപ്പോൾ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു റീകൺസിലേഷൻ എന്നല്ല, ഒരു ആ സ്നേഹത്തോടെ ഒരു ചേർത്ത് പിടിക്കൽ. ഓക്കെ, അതാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് അതാണ് അവർക്ക് വേണ്ടതിപ്പോൾ. ഓക്കെ, അവർ വളരെ എക്സൈറ്റഡ് ആണ് നിങ്ങളെ കാണാൻ, മീറ്റ് ചെയ്യാൻ, ഹഗ് ചെയ്യാൻ എല്ലാം.
ഓക്കെ, എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിൽ ഞാൻ ഇട്ട ക്യാപ്ഷൻ വളരെ കറക്റ്റായിരുന്നു. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അവരുടെ മനസ്സിലുള്ള ആ സ്നേഹം സത്യമാണ്. എനിക്ക് ആ മനസ്സിലുള്ള ആ സ്നേഹം, ആ ഫീലിംഗ് അതെവിടെയും പോകുന്നില്ല. എനിക്ക് ദേഷ്യം നമ്മൾ പറയില്ലേ, ആക്ച്വലി ഇത് നമ്മുടെ കോട്ടുണ്ടല്ലോ, ദേഷ്യം വാക്കുകളിലേ ഉണ്ടാവാൻ പാടുള്ളൂ, മനസ്സിൽ ഹൃദയത്തിലില്ല ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എനിക്ക് ശരിക്കും ഇന്നത്തെ ഐ തിങ്ക് ടോപ്പിക് നെയിം ഞാൻ അതിടേണ്ടി വരും. ദേഷ്യം ദേഷ്യം വാക്കുകളിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തികളിലോ മനസ്സിലല്ല, മനസ്സിന്ന് വരുന്ന ദേഷ്യമല്ല. ഓക്കെ, അതൊരിക്കലും അവർക്ക് നിങ്ങളോട് ഉണ്ടാവില്ല. അവർക്ക് നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അവർ ചില തെറ്റുകൾ വരുന്നുണ്ട്, അത് മനുഷ്യ സഹജമായ തെറ്റുകളാണ്. ഓക്കെ, ചില മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട്. And no matter what he is going to say, you have to keep your energy to yourself. You don't owe him to be friendly. You don't owe him anything. He is the one who messed it up. Okay, your values are just as important as his. Okay, ഇതെല്ലാം ഹിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാറ്റിയിട്ട് ഷീ എന്നാക്കിക്കോളൂ. No matter what she is going to say, you have to keep your energy. You don't owe her to be friendly. ഓക്കെ, ഇത് ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങൾ മാറ്റി എടുക്കാം. അവർ വന്ന് എന്ത് പറഞ്ഞാലും ശരി, ഓക്കെ, നിങ്ങൾ വേഗം ആക്സെപ്റ്റ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, അവർ വന്നിട്ട് നിങ്ങളോട് എക്സ്പ്ലനേഷൻ തരാമെന്നു, എന്തെങ്കിലുമൊക്കെ അവർ ന്യായീകരണങ്ങൾ പറഞ്ഞു, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് വേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് എന്താണോ കിട്ടേണ്ടത്, റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് റൈറ്റ് വേ, ഓക്കെ, ആ റൈറ്റ് വേയിലുള്ള സ്നേഹം, അംഗീകാരം, റെസ്പെക്റ്റ്, സ്നേഹം, എല്ലാം കെയർ, എല്ലാം അവരുടെ ഭാഗത്തുനിന്ന്, അവരെ എഫേർട്ട്, നിങ്ങളത് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, അത് ചെയ്യാൻ അവർ തയ്യാറാവുന്നവരെ നിങ്ങൾ അങ്ങനെ താണു കൊടുക്കണ്ട എന്നാണ് പറയുന്നത് ആക്ച്വലി. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ആഗ്രഹങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ന്യായീകരണങ്ങൾ ഉണ്ടാവാം, സാഹചര്യത്തിൻ്റെ എക്സ്ക്യൂസസ് ഉണ്ടാവാം, പക്ഷേ എന്നാലും ഇടേണ്ട എഫേർട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ സാഹചര്യം മാറ്റിയെടുക്കാൻ നമുക്ക് തന്നെ സാധിക്കുള്ളൂ. നമ്മൾ ആ ഇമ്പോർട്ടൻസ് എത്ര കൊടുക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മൾ അതിലിടുന്ന എഫേർട്ട്. Okay, and it's him, it will always be him, whether you like it or not, he's got a place in your heart. Okay, she എന്ന് പറയാം നമുക്ക് ഇവിടെ, it's her, it will always be her, whether you like it or not, she has got a place in your heart. ഓക്കെ, അതായത് ഇത് നിങ്ങളുടെ വ്യക്തിയാണ്. നിങ്ങളുടെ ഭാഗത്തൊന്നും, ഐ തിങ്ക് അവരുടെ ഭാഗത്തുനിന്നായാലും നിങ്ങളുടെ ഭാഗത്തുനിന്നായാലും ഈ ഫൈറ്റൊക്കെ വെറുതെയാണ്, ചുമ്മാ ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ അപ്പോഴേക്കും ടെൻഷനാവും, അയ്യോ എന്നെ വിട്ടുപോയി, എന്നെ ബ്ലോക്ക് ചെയ്തു പോയി, എന്നോട് സംസാരിച്ചില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അവർക്ക് നിങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് അവരേ ഉള്ളൂ. ഓക്കെ, അതുപോലെ വേറെ ആരും വരില്ല. വേറെ എത്ര പേര് വന്നു പോയാലും ശരി, വേറെ ആരുടെ കൂടെ ആയാലും ശരി, എവിടെ ആയാലും ശരി, ഓക്കെ, ഒരാളോടെ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ ഒരുപാട് പേരോടൊന്നും ഒരേപോലെ നമുക്ക് തോന്നില്ല. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അങ്ങനെ തോന്നുമോ? മനുഷ്യരല്ലേ, ഒന്നുമില്ലെങ്കിലും വെറുതെ കളിക്കുകയായിരിക്കും, ഫ്ലേർട്ട് ചെയ്യായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ എപ്പോഴും അതിൽ എത്രത്തോളം അതിലൊരു ഡെപ്ത് ഉണ്ടാവും ആലോചിച്ച് നോക്കൂ. ഒരാളോടല്ലാതെ നമുക്ക് അങ്ങനെ ഒരുപാട് പേരോട് ഒരേപോലെ ഫീൽ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിൽ അവരേ ഉള്ളൂ, അവരുടെ മനസ്സിൽ നിങ്ങളേ ഉള്ളൂ. ഓക്കെ, സോൾമേറ്റ് കണക്ഷൻസ് ആണ് കാണുന്നത്. ആൻഡ് ഇവിടെ ഹാവ് ഫെയ്ത്ത്, ബി പേഷ്യൻ എന്ന് പറയുന്നുണ്ട്. ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അപ്പോഴേക്കും ഡെസ്പറേറ്റ് ആവാതിരിക്കുക. ഓക്കെ, പേഴ്സൺ എന്നെ വിട്ട് മാറിപ്പോയി, അയ്യോ ഞാൻ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്, ഞാനാണ് അവരെ ചീത്ത പറഞ്ഞത്, അതുകൊണ്ട് അവർ വിട്ടിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തുകയാണ്. ഓക്കെ, അവനവനെ കുറ്റപ്പെടുത്തിക്കോളൂ, പക്ഷെ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പിന്നാലെ ചേസ് ചെയ്ത് പോകണ്ട, മിണ്ടാതിരിക്കാം. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കുക, മാറിയിരിക്കുക. പറയേണ്ടതൊക്കെ പറയണം. ഓക്കെ, പറയാൻ അവസരം കിട്ടിയാൽ പറയുക, പക്ഷെ അതിനുശേഷം നിങ്ങൾ മിണ്ടാതിരിക്കുക. ഓക്കെ, എന്തായാലും പേഴ്സൺ തിരിച്ച് വരും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിയൂണിയൻ കണ്ടു. സോ ബി പേഷ്യൻറ്റ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷനൊന്നും അടിക്കേണ്ട വെറുതെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.